1921 നടന്ന ഈ കലുഷിതമായ അന്തരീക്ഷത്തിൽ ആലിമീങ്ങൾ കൂടിയാലോചിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത എന്ന ഈ മഹിതമായ പ്രസ്ഥാനം രൂപീകരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്നിരിക്കുന്ന ഞാനും നിങ്ങളും അടക്കം ഏതെങ്കിലും ഒരു മുജാഹിദുകാരനോ ജമാഅത്തുകാരനോ തബ്ലീഗുകാരനോ അതല്ലെങ്കിൽ കേരളത്തിൽ സമസ്ത ഉടലെടുത്തില്ലായിരുന്നെങ്കിൽ പൊട്ടിപ്പുറപ്പെടുമായിരുന്ന 1000 ബിദ്അഈ പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും ഒന്നിന്റെ വക്താവായ ഉമ്മയുടെയും ബാപ്പയുടെയും മകനായി മകളായി നമ്മൾ ഈ മണ്ണിൽ പ്രസവിക്കപ്പെടുമായിരുന്നു. നമ്മൾ ആലോചിക്കണം, വൽ ജമാഅത്തിൽ നിലനിർത്തിയതിന്റെ ക്രെഡിറ്റ് മുഴുവനും സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്കാണ്. നന്ദി വേണമെന്ന് പറയുന്നില്ല, നന്ദി കേട് കാണിക്കാതിരിക്കാനുള്ള ഒരു മാന്യത പ്രിയപ്പെട്ടവരെ നമ്മിൽ നിന്നൊക്കെ ഉണ്ടാകേണ്ടതുണ്ട്. നിസ്കരിച്ചാ പോരെ, നോമ്പാറ്റാ പോരെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളോട് നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, നിസ്കരിയും നോമ്പും വരക്കൽ തങ്ങൾക്കും പാങ്ങിൽ ഉസ്താദിനൊന്നും അറിയില്ലായിരുന്നു. അവരുടെ പള്ളിയിലെ മൂലയിലെ ഇത്തികാഫിരുന്ന അവനവന്റെ പരലോകം നോക്കിയിരുന്നാ പോരായിരുന്നു. അവർ ഈ ഉമ്മത്തിന് വേണ്ടി ഓടി നടന്നു. സമസ്തയുടെ പ്രവർത്തനങ്ങളുമായി കർമ്മരംഗത്തേക്ക് ഇറങ്ങി. എല്ലാ മേഖലകളിലും സമസ്തയുടെ പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോയി. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിനെ നിലനിർത്താൻ വേണ്ടി മാത്രം. ഏതൊരു ബിദ്അഈ പ്രസ്ഥാനമോ ഒരു ത്വരീഖത്തോ പ്രത്യക്ഷപ്പെട്ടാൽ സമസ്ത യോഗം കൂടും. അതിനെപ്പറ്റി പഠിക്കാൻ ഒരു 5 ആളെ തീരുമാനിക്കും. അവർ അതിനെപ്പറ്റി പഠിക്കും. അവരത് പഠിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ കാര്യവുമായിരിക്കുകയായിരിക്കും. ആർക്ക് വേണ്ടിയാ പഠിക്കണത്? സമസ്തയുടെ ആലിമീങ്ങൾ അതിൽ പെട്ടുപോകുന്നു പഠിച്ചിട്ടോ? അല്ല കൂട്ടരെ, ഞാനും നിങ്ങളും അതിൽ പെട്ടുപോവാതിരിക്കാൻ വേണ്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1965 തബ്ലീഗ് ജമാഅത്ത് പിഴച്ചതാണ് എന്ന് സമസ്ത ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തി. അതിന്റെ പേരിൽ സമസ്തക്കുണ്ടായ നഷ്ടങ്ങൾ എണ്ണിക്കണക്കാക്കാൻ കഴിയാത്തതായിരുന്നു. നമ്മൾക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരു കൂട്ടർ ഇറങ്ങിപ്പോകുന്നതിന്റെയും വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായ ഒരു കൂട്ടർ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. സമസ്തയിൽ നിന്ന് 1965 തബ്ലീഗ് ജമാഅത്തിനെ എതിർത്തതിന്റെ പേരിൽ മാത്രം ഒരു കൂട്ടം ആലിമീങ്ങൾ ഇറങ്ങിപ്പോവുകയും സ്വന്തമായി സംഘടന രൂപീകരിക്കുകയും മദ്രസകൾ സ്ഥാപിക്കുകയും വിദ്യാഭ്യാസ ബോർഡ് രജിസ്റ്റർ ചെയ്യുകയും മുശാവറ ഉണ്ടാക്കുകയും ചെയ്തു. അഖില കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ സമസ്തക്ക് തബ്ലീഗ് ജമാഅത്ത് പിഴച്ചതാണെന്ന് ബോധ്യപ്പെട്ടിട്ടും സംഘടനയിൽ ആളക്കൂട്ടലായിരുന്നു സമസ്തയുടെ പണിയെങ്കിൽ ഒന്നും ഉണ്ടാതിരുന്ന മതിയായിരുന്നു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വാക്താക്കളാണ് നമ്മളൊക്കെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രത്യേകിച്ചും സഹോദരിമാരൊക്കെ ഉള്ള ഒരു സദസ്സിൽ വളരെ വിനയത്തോടെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട സമസ്തയുമായി ബന്ധപ്പെട്ട്. പലപ്പോഴും സമസ്തയെ ചർച്ച ചെയ്യുന്ന വേദികളിൽ പുരുഷന്മാർ മാത്രം ഒരുമിച്ച് കൂടുന്നത് കൊണ്ട് തന്നെ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം സമസ്ത രണ്ടോ അവിടുന്ന് ഇവിടെ ഒന്ന് എന്നതിലപ്പുറം ഒക്കെ ഒരേപോലെ എന്നൊരു കാഴ്ചപ്പാടൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം പലപ്പോഴും നമ്മിൽ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ചില വസ്തുതകളുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേവലം ഒരു സംഘടനയാണ് എന്ന് മനസ്സിലാക്കുന്നിടത്ത് നിന്നാണ് നമ്മൾക്കൊക്കെയും ഈ അപാകത വരുന്നത്. ഞാൻ സഹോദരിമാരെ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രമാണ്. തുടക്കത്തിൽ ഇത് പറയാൻ കാരണം പലപ്പോഴും സംഘടനാ പ്രശ്നങ്ങളൊക്കെ സ്ത്രീകൾക്ക് ഒരു അലോസരമായി തോന്നാറുണ്ട്. അത്തരം ഒരു അലോസരത്തിലപ്പുറം ഇതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒന്ന് സ്വയം ചിന്തിക്കാൻ വേണ്ടി ആരംഭത്തിൽ ഇത് സൂചിപ്പിച്ചു എന്ന് മാത്രം. അവർ മാത്രം ഉദ്ദേശിച്ച് പറയുന്നല്ല, നമ്മളൊക്കെ ഉൾക്കൊള്ളേണ്ട ചില വസ്തുതകളുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിൽ കടന്നു വന്നതിന്റെ പശ്ചാത്തലവും ഇന്ന് നമുക്ക് വേണ്ടി സമസ്ത ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനത്തെ പറ്റിയും ഒരു ബോധവും ബോധ്യവും നമ്മൾ ഉണ്ടാക്കിയെടുക്കൽ അനിവാര്യമാണ്. ഞാനും അതിന്റെ ആളാണ് എന്ന് പറഞ്ഞു നടക്കുക എന്നതിലുപരി ഇതിനെപ്പറ്റി ഞാനെന്തു മനസ്സിലാക്കി എന്ന ഒരു സ്വവിചിന്തനം നടത്തേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രത്തിന്റെ പ്രബലമായ അഭിപ്രായം. ഈ ദീനുൽ ഇസ്ലാം വള്ളിപുള്ളി തെറ്റാതെ വളരെ കൃത്യമായി അത് തുടർന്നു പോരുകയും പിൽക്കാലത്ത് മഖ്ദൂമമാരിലൂടെ ആ തുടർന്നു പോരുന്നത് ഏറ്റവും ഒടുവിൽ നമ്മുടെ ഈ സമീപത്തെ നൂറ്റാണ്ട് വരെയും
യാതൊരു വക്രീകരണങ്ങളുമില്ലാതെ അന്ന് വന്ന ദീനെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ പാന്താവ് നിലനിന്നു പോന്നു എന്നുള്ളതാണ്. എവിടെ മുതലാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ 1846 വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയത് മുതൽ ഇന്ത്യയിൽ പല വൈദേശികാധിപത്യങ്ങളും കടന്നു വരികയുണ്ടായി. പലരും പല ലക്ഷ്യത്തിലാണ് കടന്നു വന്നത്. ഏറ്റവും ഒടുവിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കടന്നു വന്നു എന്ന് മാത്രമല്ല, മറ്റു പലരും കച്ചവട താല്പര്യവും മറ്റുമാണെങ്കിൽ ഇന്ത്യയെ തന്നെ കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു അവർ പ്രവർത്തിച്ചത്. അതിന്റെ പരിണിത ഫലം എന്നോണം 2 നൂറ്റാണ്ടോളം അവർ ഇന്ത്യ ഭരിച്ചു. ഞാൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം പറയാനല്ല ഇത് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ഭാഗമായി ഒരുപാട് സമരങ്ങൾ ഇന്ത്യയിൽ നടന്നു. 1921 മലബാർ കലാപമാണ് നമ്മുടെ സമസ്തയുടെ ചരിത്രമായി ബന്ധപ്പെട്ട നിർണായക സമയമെന്ന് പറയുന്നത്. 1921 മലബാർ കലാപം നടക്കുമ്പോ ഒരു ഭാഗത്ത് സ്വതന്ത്ര സമര പ്രവർത്തനങ്ങളുമായി ഒരു കൂട്ടാളുകൾ മുന്നോട്ട് പോകുന്നു. മറ്റൊരു ഭാഗത്ത് ചില കുബുദ്ധികൾ വളരെ ശക്തമായ, വളരെ പ്ലാനിങ്ങോടുകൂടെ ഒരു പ്രവർത്തനങ്ങളുമായി രംഗപ്രവേശനം ചെയ്യുകയാണ്. നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഈ തവളഞ്ചന ഒരു പ്രദേശത്ത് നമ്മൾ മനസ്സിൽ കാണാൻ വളരെ പാവപ്പെട്ട നമ്മുടെ വല്ലിപ്പമാർ, അന്നുള്ള ചെലവ് കഴിയാൻ പ്രയാസപ്പെട്ടിരുന്ന, അന്നന്ന് ജോലിക്ക് പോയാൽ അല്ലെങ്കിൽ പാടത്ത് പണിയെടുത്താൽ മാത്രം വീട്ടിൽ അരിവെക്കാൻ കഴിഞ്ഞിരുന്ന, വളരെ സാമ്പത്തികമായി പിന്നോക്കം നിന്നിരുന്ന, ഗൾഫിന്റെ പണത്തിന്റെ ഒഴുക്കാരംഭിക്കാത്ത ഒരു കാലഘട്ടം. കൃത്യമായി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. അവർ ഇൽമ കുറഞ്ഞവരായിരുന്നെങ്കിലും ഈമാനുള്ളവരായിരുന്നു, ആലിമീങ്ങളെ സ്നേഹിക്കുന്നവരായിരുന്നു, പണ്ഡിത വേഷധാരികളെ കണ്ടാൽ തന്നെ ബഹുമാനിക്കുന്നവരായിരുന്നു. ഇത്തരം ഒരു സമുദായത്തിലേക്ക് ചില ആളുകൾ കടന്നു വരികയാണ്. ഈ ആളുകൾ കടന്നു വന്നിട്ട് സാധാരണക്കാരായ ഇൽമു കുറഞ്ഞ നമ്മുടെ വല്ലിപ്പമാർ, ഞാൻ ഈ പറയുന്നതൊന്നും കൂടുതൽ പഴക്കമുള്ള ചരിത്രമല്ല, ഒന്നെങ്കിൽ നമ്മുടെ ഉപ്പ അല്ലെങ്കിൽ വല്ലിപ്പയിലപ്പുറം പോവാത്ത കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഇവരടുക്കൽ വന്നിട്ട് ഇത്തരം ആളുകൾ വന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കുക. അന്ന് മുജാഹിദ് എന്നിവർ പേരിട്ടിട്ടില്ലെന്ന് മാത്രമല്ല, ഇന്നൊരു പക്ഷേ മുജാഹിദുകാരനായ ഒരാളെ കണ്ടാൽ നമ്മുടെ മനസ്സിൽ ഏകദേശം ഒരു ധാരണ ഉണ്ടാകും. കണ്ടാൽ തന്നെ ഓൻ അതാണ് എന്ന് പറയാൻ കഴിയുന്ന വിധത്തിലൊരു കോലുണ്ട്. എന്നാൽ അന്നുള്ള ഇത്തരം ബിദ്അഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ ഇന്ന് സമസ്തയുടെ മുശാവറയിലൊക്കെ ഉള്ള ഉസ്താദുമാരെ പോലെ വലിയ തലപ്പാവ് ധരിച്ച് വലിയ താടിയും കയ്യിൽ തസ്ബീഹുമാലയുമായിട്ടാണ് സാധാരണക്കാരായ ആളുകളുടെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് അവരോട് ചോദിക്കാണ്, നിങ്ങൾ സുബഹിയിൽ ഖുനൂത്ത് ഓതാറുണ്ടോ? അവർ പറയാണ്, അതെ ഞങ്ങൾ ഖുനൂത്ത് ഓതാറുണ്ട്. പ്രിയപ്പെട്ടവരെ, പണ്ഡിത വേഷധാരിയായ ഇയാൾ വലിയ ആലിമാണെന്ന് ധരിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരോടാണ് ഇയാൾ ചോദിക്കുന്നത്. അയാൾ തിരിച്ചു പറയുകയാണ്, സുബ്ഹിയിൽ ഖുനൂത്തുണ്ട് എന്നതിന് എന്ത് തെളിവാണുള്ളത്? അതൊക്കെ ആരോ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്, അതൊന്നും ഇസ്ലാമിലില്ല എന്ന് തിരിച്ചു പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ വല്ലിപ്പമാർക്ക് അതിന്റെ അപ്പുറത്തൊരു ആയത്തോ ഹദീസോ ഓതിക്കൊടുക്കാൻ അറിയാത്ത സമയം ഇവർ പറഞ്ഞ ഈ തെറ്റിദ്ധാരണയിൽ വിശ്വസിച്ചുകൊണ്ട് സുബ്ഹിയിൽ ഖുനൂത്ത് ഒഴിവാക്കിയിരുന്ന നമ്മുടെ പൂർവികർ മഹാന്മാരുടെ മക്ബറകൾക്ക് സിയാറത്തിന് പോയാൽ ശിർക്കാണെന്നും അമ്പലത്തിൽ പോയി ബിംബങ്ങൾക്ക് മുമ്പിൽ കുമ്പിടുന്നതിന് സമാനമാണെന്നും നമ്മുടെ വല്ലിപ്പമാരെ തെറ്റിദ്ധരിപ്പിച്ച ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. തറാവീഹ് 20 റക്അത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോ, അതേ ഞങ്ങളുടെ പള്ളിയിലൊക്കെ 20 ഞങ്ങൾ നിസ്കരിക്കാറെന്ന് പറയുമ്പോ ആയിഷ ബീവി 8 നിസ്കരിച്ച ഹദീസും പിടിച്ചുകൊണ്ട് ഈ സാധാരണക്കാരോട് പറയുമ്പോ അതിന്റെ മറുവശം പറഞ്ഞു കൊടുക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട നമ്മുടെ വല്ലിപ്പമാർ, അവർ ഇത്തരം തെറ്റിദ്ധാരണകൾ പരത്തുന്നവരുടെ ഇത്തരം കാര്യങ്ങളിൽ പെട്ടുപോയിക്കൊണ്ട് അഹ്ലുസുന്നയുടെ അഖീദയിൽ നിന്ന് പിഴച്ചു പോകുന്ന വളരെ വേദനാജനകമായ സാഹചര്യം ഇന്ത്യ ബ്രിട്ടീഷുകാരെ ഭരിക്കുന്നതും നമ്മൾ സാന്ദർഭികമായി അതിനോട് കൂട്ടി വായിക്കേണ്ടതുണ്ട്. 921 തുടങ്ങിയ പ്രശ്നം രൂക്ഷമായി. 4 വർഷം കേരളത്തിലെ പണ്ഡിതന്മാർ പകച്ചുനിന്നു എന്തു ചെയ്യണമെന്നറിയാതെ 1925 കോഴിക്കോട് ജുമുഅത്ത് പള്ളിയിലേക്ക് വരക്കൽ മുല്ലക്കോയ തങ്ങൾ യോഗം വിളിച്ചു. പണ്ഡിതന്മാരോട് കാര്യത്തിന്റെ ഗൗരവം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു.
ഇപ്പോൾ നമ്മൾ ഇടപെട്ടില്ലെങ്കിൽ നമ്മുടെ സാധാരണക്കാരായ ആളുകൾ ബിദ്അത്തിലേക്ക് പോകും. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ അഖീദ ഇല്ലാതായി മാറും. അതുകൊണ്ട് നമ്മൾ ഉണരേണ്ടതുണ്ട് എന്ന് യോഗം വിളിച്ചിട്ട് വരക്കൽ തങ്ങൾ ആവശ്യപ്പെടുകയാണ് അന്നത്തെ ആലിമീങ്ങളോട്. വലിയ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാമെന്ന് യോഗത്തിൽ തീരുമാനമായി. തിരുനാവായലടക്കം വലിയ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു. വയലുണ്ട് എന്ന് പറയുമ്പോൾ ചൂട്ടും കത്തിച്ച് 2 ദിവസം യാത്ര ചെയ്തും പോവാൻ തയ്യാറുണ്ടായിരുന്ന നമ്മുടെ പൂർവികർ ഉസ്താദുമാർ പ്രസംഗിക്കാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഓരോരോ നാടുകളിലേക്കും ഓടിച്ചെന്നു. അവിടെ മഹ്ശറയോ നരകമോ ചർച്ചയില്ല. അവിടെ സാധാരണക്കാരോട് പറഞ്ഞു കൊടുക്കാനുള്ളത് സുബ്ഹിയിൽ ഖുനൂത്തുണ്ടെന്നും തറാവീഹ് 20 ആണെന്നും മഹാന്മാരുടെ മക്ബറുകളിൽ നിങ്ങൾ പോകണമെന്നും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മാത്രം സമസ്ത കേരളത്തിൽ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു. വരക്കൽ തങ്ങൾ പാങ്ങിൽ ഉസ്താദിനെ വിളിച്ചു. കമ്മിറ്റി വിപുലപ്പെടുത്തണം, ഒരുപാട് പ്രവർത്തനങ്ങളുമായി ഇനി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് പാങ്ങിൽ ഉസ്താദിന്റെ നേതൃത്വത്തിൽ കേരളത്തിലുടനീളം സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീമിനെ തയ്യാറാക്കി. അവരുടെ ജോലി കേരളത്തിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ കണ്ടെത്തുക, അവരെ ഒന്നിച്ചു വിളിച്ചൊരു മീറ്റിംഗ് സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. പാങ്ങിൽ ഉസ്താദും ഈ പണ്ഡിതരും ഓരോരോ ആലിമീങ്ങളുടെ അടുക്കൽ ചെല്ലുമ്പോ അവരൊക്കെയും പലരും ഞങ്ങൾ ആളുകളുടെ അടുക്കലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഞങ്ങൾ ആളുകളെ ബഹുമാനിക്കാൻ തുടങ്ങിയാൽ അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങളെ സ്ഥാനം കുറഞ്ഞു പോകുമോ എന്ന് ഞങ്ങൾ പേടിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ യോഗത്തിന് വരാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ ഇതും പറഞ്ഞ് ഇവിടെ ഇരുന്നിട്ട് ഈ ഉമ്മത്ത് വിദേഹത്തിലേക്ക് പോയാലോ, അപ്പോൾ നിങ്ങൾ അള്ളാഹിനോട് മറുപടി പറയേണ്ടി വരില്ലേ എന്ന് പറഞ്ഞപ്പോഴാണ് ആലിമീങ്ങൾ യോഗത്തിന് വരാൻ തയ്യാറായത്. 1926 ജൂൺ 26 കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് ചേർന്ന യോഗത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനം രൂപീകൃതമാവുകയാണ്. ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന്റെ 2 പതിറ്റാണ്ട് മുമ്പാണിതെന്ന് നമ്മൾ ആലോചിക്കണം. വരക്കൽ മുല്ലക്കോയ തങ്ങളടക്കമുള്ളവർ സ്വതന്ത്ര സമര സേനാനികളാണ്. അതിന്റെ ഭാരിച്ച ഉത്തരവാദിത്തം അവരിലുണ്ട് എന്നിരിക്കെ തന്നെയാണ് അവർ ഇത്തരം ഒരു പ്രവർത്തനവുമായി രംഗത്തേക്ക് വരുന്നത് നമ്മൾ ആലോചിക്കണം. എന്തിനു വേണ്ടി? വരക്കൽ മുല്ലക്കോയ തങ്ങളെ ഈമാൻ കളങ്കപ്പെടുമോ എന്ന് പേടിച്ചിട്ടായിരുന്നു. പാങ്ങിൽ ഉസ്താദിന് സുന്നത്തി ജമാഅത്തിൽ ചോർന്നു പോയി വിദേഹത്തിലേക്ക് പോകുമോ എന്ന് പേടിച്ചിട്ടായിരുന്നു. അല്ല, ഞാനും നിങ്ങളും അടക്കമുള്ള നമ്മുടെ പൂർവികരായ ഉപ്പമാർ വല്ലിപ്പമാർ അവരുടെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം ചോർന്നു പോകരുതെന്ന് ആത്മാർത്ഥമായ നിയ്യത്തുണ്ടായതിന്റെ പേരിൽ ഇന്ന് കാണുന്ന സൗകര്യത്തിന്റെ 10% പോലും ഇല്ലാത്ത ഒരു കാലത്ത് അവർ ഓരോരോ നാടുകളിലും ഓടി നടന്നിട്ട് സമസ്ത ഉണ്ടാക്കിയിട്ട് അതിന്റെ സേവന പ്രവർത്തനങ്ങൾ നടത്തി. പ്രിയപ്പെട്ടവരെ, ചില ആളുകൾ ചോദിക്കും, സുന്നിയായി ജീവിച്ചാ പോരെ, എന്തിനാ ഒരു സംഘടന ഒക്കെ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉറച്ചു പറയാൻ കഴിയും നമുക്ക്, 1921 നടന്ന ഈ കലുഷിതമായ അന്തരീക്ഷത്തിൽ ആലിമീങ്ങളെ കൂടിയാലോചിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത എന്ന ഈ മഹിതമായ പ്രസ്ഥാനം രൂപീകരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇരിക്കുന്ന ഞാൻ നിങ്ങളും അടക്കം ഏതെങ്കിലും ഒരു മുജാഹിദുകാരനോ ജമാഅത്തുകാരനോ തബ്ലീഗുകാരനോ അതല്ലെങ്കിൽ കേരളത്തിൽ സമസ്ത ഉടലെടുത്തില്ലായിരുന്നെങ്കിൽ പൊട്ടിപ്പുറപ്പെടുമായിരുന്ന 1000 ബിദ്അ പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും ഒന്നിന്റെ വക്താവായ ഉമ്മയുടെയും ബാപ്പയുടെയും മകനായി മകളായി നമ്മൾ ഈ മണ്ണിൽ പ്രസവിക്കപ്പെടുമായിരുന്നു. നമ്മൾ ആലോചിക്കണം, നമ്മ ജമാഅത്തിൽ നിലനിർത്തിയതിന്റെ ക്രെഡിറ്റ് മുഴുവനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്കാണ്. നന്ദി വേണമെന്ന് പറയുന്നില്ല, നന്ദി കേട് കാണിക്കാതിരിക്കാനുള്ള ഒരു മാന്യത പ്രിയപ്പെട്ടവരെ നമ്മിൽ നിന്നൊക്കെ ഉണ്ടാകേണ്ടതുണ്ട്. നിസ്കരിച്ചാ പോരെ, നോമ്പ് ആറ്റാ പോരെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളോട് നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, നിസ്കരിയും നോമ്പും വരക്കൽ തങ്ങൾക്കും പാങ്ങിൽ ഉസ്താദിനൊന്നും അറിയില്ലായിരുന്നു. അവരുടെ പള്ളിയിലെ മൂലയിലെ ഇത്തികാഫിരുന്ന അവനവന്റെ പരലോകം നോക്കിയിരുന്നാ പോരായിരുന്നു. അവർ ഈ ഉമ്മത്തിന് വേണ്ടി ഓടി നടന്നു. സമസ്തയുടെ പ്രവർത്തനങ്ങളുമായി കർമ്മരംഗത്തേക്ക് ഇറങ്ങി. എല്ലാ മേഖലകളിലും സമസ്തയുടെ പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോയി. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ നിലനിർത്താൻ വേണ്ടി മാത്രം. ഏതൊരു ബിദ്അ പ്രസ്ഥാനമോ ഒരു ത്വരീഖത്തോ പ്രത്യക്ഷപ്പെട്ടാൽ സമസ്ത യോഗം കൂടും. അതിനെപ്പറ്റി പഠിക്കാൻ ഒരു 5 ആളെ തീരുമാനിക്കും. അവർ അതിനെപ്പറ്റി പഠിക്കും. അവരത് പഠിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ കാര്യവുമായിരിക്കുകയായിരിക്കും. ആർക്ക് വേണ്ടിയാ പഠിക്കണത്? സമസ്തയുടെ ആലിമീങ്ങൾ അതിൽ പെട്ടുപോകുന്നു പഠിച്ചിട്ടോ? അല്ല കൂട്ടരെ, ഞാനും നിങ്ങളും അതിൽ പെട്ടുപോവാതിരിക്കാൻ വേണ്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1965 തബ്ലീഗ് ജമാഅത്ത് പിഴച്ചതാണ് എന്ന് സമസ്ത ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തി.
അതിന്റെ പേരിൽ സമസ്തക്കുണ്ടായ നഷ്ടങ്ങൾ എണ്ണിക്കണക്കാക്കാൻ കഴിയാത്തതായിരുന്നു. നമ്മൾക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരു കൂട്ടർ ഇറങ്ങിപ്പോകുന്നതിന്റെയും വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായ ഒരു കൂട്ടർ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. സമസ്തയിൽ നിന്ന് 965-ൽ തബ്ലീഗ് ജമാഅത്തിനെ എതിർത്തതിന്റെ പേരിൽ മാത്രം ഒരു കൂട്ടം ആലിമീങ്ങൾ ഇറങ്ങിപ്പോവുകയും സ്വന്തമായി സംഘടന രൂപീകരിക്കുകയും മദ്രസകൾ സ്ഥാപിക്കുകയും വിദ്യാഭ്യാസ ബോർഡ് രജിസ്റ്റർ ചെയ്യുകയും മുശാവറ ഉണ്ടാക്കുകയും ചെയ്തു. അഖില കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ. സമസ്തക്ക് തബ്ലീഗ് ജമാഅത്ത് പേച്ചതാണെന്ന് ബോധ്യപ്പെട്ടിട്ടും സംഘടനയിൽ ആളെക്കൂട്ടലായിരുന്നു സമസ്തയുടെ പണിയെങ്കിൽ ഒന്നും ഉണ്ടാതിരുന്ന മതിയായിരുന്നു. തബ്ലീഗ് ജമാഅത്ത് പേച്ചതാണെങ്കിലും ഇപ്പൊ ആൾക്കാർ കൊയിഞ്ഞു പോകുന്നുള്ള പേടിയുണ്ട്. തൽക്കാലം മൗനം ദീക്ഷിച്ചാൽ മതിയായിരുന്നു. ചെയ്തില്ല. ആലിമീങ്ങൾ പോയാൽ അവർ പഠിച്ച് തിരിച്ചു വന്നോളും, സാധാരണക്കാർ പെട്ടുപോയാൽ പ്രയാസമാണ് എന്ന് ചിന്തിച്ച സമസ്തയുടെ ദീർഘവീക്ഷണമുള്ള ആലിമീങ്ങൾ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. പിന്നെന്തുണ്ടായി? അഖില കേരള ജംഇയ്യത്തുൽ ഉലമ അവരുടെ മുശാവറ കൂടിയിട്ട് തീരുമാനിച്ചു, നമ്മൾ തബ്ലീഗ് ജമാഅത്തിന് എതിർത്തിന്റെ പേരിലാണല്ലോ ഇറങ്ങിപ്പോകുന്നത്, നമ്മളൊന്ന് പഠിക്കുക തബ്ലീഗിനെ പറ്റിയെന്ന്. അവരൊരു ടീമിനെ തയ്യാറാക്കി. അവർ തബ്ലീഗ് ജമാഅത്തിനെ പറ്റി പഠിക്കുകയാണ്. അവർ തബ്ലീഗ് ജമാഅത്തിനെ പറ്റി പഠിച്ചപ്പോ സമസ്തക്ക് കിട്ടിയ അതേ റിസൾട്ടാണ് അവർക്കും കിട്ടിയത്. ഏറ്റവും ഒടുവിൽ ഒന്ന് യോഗം കൂടിയിട്ട് പിരിച്ചുവിടാൻ പോലും കഴിയാത്ത രൂപത്തിൽ പിരിഞ്ഞു പോകേണ്ടി വന്നു അഖില കേരള ജംഇയ്യത്തുൽ ഉലമ. നമ്മൾ ആലോചിക്കണം. ഞാൻ ഈ സദസ്സിനോട് മുജാഹിദിനെ പറ്റി ചോദിച്ചാൽ, ഒരു പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയെ പറ്റി ചോദിച്ചാൽ, തബ്ലീഗ് ജമാഅത്തിന്റെ ഒരു ന്യൂനത പറയൂ എന്ന് പറഞ്ഞാൽ എണീറ്റ് നിന്ന് പറയാൻ നമ്മിൽ എത്ര പേർക്ക് കഴിയും? മുഅ്മിനീങ്ങളെ, നിങ്ങളോട് തബ്ലീഗാകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നിങ്ങൾ ആർജവത്തോടെ പറയും. അവർ പഴച്ചതാണ് എന്ന് നിങ്ങൾ പറയും. എന്നാൽ എന്താണ് തബ്ലീഗിന്റെ കുഴപ്പമെന്നൊന്ന് പറയൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര പേർക്ക് പറയാൻ കിട്ടും? അങ്ങനെ ഒരു കുഴപ്പവും പറയാൻ കഴിയാഞ്ഞിട്ടും അത് പിഴച്ചതാണ്, അതിൽ കൂടാൻ കഴിയില്ല എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിച്ചത് സമസ്തയാണ്. സമസ്ത പഠിച്ച് പറഞ്ഞു, അത് ആലിമീങ്ങൾ ഏറ്റെടുത്തു. അത് നമ്മുടെ പള്ളിയിലും മദ്രസയിലും ഉസ്താദുമാർ നമുക്ക് പറഞ്ഞു തന്നു. നമ്മളെന്ത് പണി അതിനെടുത്ത്? നമ്മൾ തബ്ലീഗിനെ പറ്റി പഠിക്കാൻ പോയിരുന്നോ? ആലുവ ത്വരീഖത്തിനെ പറ്റി പഠിക്കാൻ പോയിരുന്നോ? നൂരിഷാ ത്വരീഖത്തിന്റെ ന്യൂനത എന്താണെന്ന് നമുക്കറിയോ? അതൊക്കെ പേച്ചതാണെന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. നമ്മളറിയാതെ നമുക്ക് വേണ്ടി സമസ്ത ചെയ്യുന്ന സേവനാണ് ഇതൊക്കെ. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഏത് ത്വരീഖത്തുകളെ വിമർശിക്കുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ കൊഴിഞ്ഞു പോകും, ഒരുപാട് പ്രയാസങ്ങൾ ഉള്ളിലുണ്ടാകും. അതൊന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കാര്യമാക്കാതെ സാധാരണക്കാരുടെ ഈമാൻ പെട്ടുപോകരുത് എന്ന് മാത്രമാണ് ബഹുമാനപ്പെട്ട സമസ്ത എപ്പോഴും ചിന്തിച്ചിരുന്നത് എന്നുള്ളതാണ്. ഈ നമ്മളാക്കിയ, നമ്മളെ സുന്നിയാക്കിയ ഈ പ്രസ്ഥാനത്തിനോട് നമുക്കൊരു കടപ്പാടുണ്ട് എന്ന് തിരിച്ചറിയാനായിരിക്കണം ഈ സദസ്സ് എന്നാണ് സാന്ദർഭികമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. മനസ്സുകൊണ്ടെങ്കിലും ഈ പ്രസ്ഥാനത്തിനോട് നമുക്ക് പിന്തുണ അറിയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളെക്കാൾ വലിയ നന്ദി കെട്ടവരാരാണ്? സമസ്ത ഇവിടെ എന്താണോ ചെയ്തത് എന്ന് ചോദിക്കുന്നവനൊക്കെ ഞാൻ കാണുന്നത് 2 വയസ്സായ ഒരു കുട്ടി ഉമ്മാന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളിൻ്റെ ഉമ്മ എത്ര, നിങ്ങൾ എനിക്കും വേണ്ടി എന്താ ചെയ്തെന്ന് ചോദിക്കുന്ന ആ ഒരു കുട്ടിയുടെ ലാഘവത്തോടു കൂടെ മാത്രമേ ഒരു സുന്നിയായ ഒരാൾ സമസ്ത എന്താ ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ ചോദ്യത്തെ കാണാൻ കഴിയുള്ളൂ. അത്രമാത്രം നിസ്സാരമാണ് അത്തരം ചോദ്യങ്ങളൊക്കെ എന്നുള്ളതാണ് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നത്. കേവലം സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിൽ ഒതുങ്ങി നിന്നില്ല. വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ വിപ്ലവങ്ങൾ തീർത്തു സമസ്ത. നമ്മുടെ മദ്രസ സംവിധാനത്തിനെ പറ്റിയൊന്നും നമുക്കറിയായിട്ടാണ്. മലയാള മനോരമ പത്രമെഴുതി SSLCയെ വെല്ലുന്ന പൊതുപരീക്ഷ നടത്തുന്നു സമസ്തയെ പറ്റി. സമസ്തയുടെ വിദ്യാഭ്യാസ മേഖലകളെ പറ്റി അറിയണമെങ്കിൽ നമ്മൾ കേരളം വിട്ടൊന്ന് പുറത്തു പോകണം. അവിടൊക്കെ ചെല്ലുമ്പോഴേ നമ്മൾക്ക് പലപ്പോഴും ചെറുപ്പത്തിലെ 5-ാം വയസ്സായാൽ മദ്രസ കൊണ്ടുപോയി ചേർക്കണത് ഇങ്ങനെ കണ്ട് ശീലമായിട്ട് ഇതൊക്കെ എന്തോ മയത്ത് കൂന് മുളക്കണമാരി മുളച്ചു പൊന്തിയതാന്ന് തോന്നുകയാണ്. ഇതിന്റെ പിന്നിലൊക്കെ ഒരുപാട് ആലിമീങ്ങൾ ഓടി നടന്നിട്ടുണ്ട്. ബാഫക്കി തങ്ങളടക്കമുള്ള ആരംഭിച്ച 945 മുതൽ പ്രവർത്തന മണ്ഡലത്തിലേക്ക് ഇറങ്ങി അവരൊക്കെ കഷ്ടപ്പെട്ട് ഓടി നടന്ന് വയല് പറയുന്ന ആളെന്നെ പോസ്റ്ററൊട്ടിക്കും, അയാളെന്നെ പ്രസംഗിക്കും, പൈസ ആളുകളെ കയ്യിൽ നിന്ന് പിരിക്കും, അതുകൊണ്ട് മദ്രസ ഉണ്ടാക്കും. അങ്ങനെയൊക്കെയാണ് പൂർവികർ കഷ്ടപ്പെട്ട് ഈ പ്രസ്ഥാനം മദ്രസ സംവിധാനമൊക്കെ വളർത്തിയത്. ബറാക് ഒബാമ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ലോകത്തിലെ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നൊക്കെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു പരിപാടി നടന്നു.
കേരളത്തിൽ നിന്ന് അന്നത്തെ SKSF-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് പങ്കെടുത്തത്. ഓരോരുത്തരും അവരവരെങ്ങനെ എണീറ്റ് നിന്ന് പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ അദ്ദേഹം എണീറ്റിട്ട് തന്നെ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഞാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘടനയെ പ്രതിനിധീകരിച്ചാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ് സമസ്തയെ പറ്റി അല്പം സംസാരിച്ചു. കൂട്ടത്തിൽ പറഞ്ഞു, സമസ്തക്ക് സ്വന്തമായി 10,000-ഓളം മദ്രസ ഉണ്ട്. മറ്റൊരു രാജ്യത്തിൽ നിന്നൊരു ചെറുപ്പക്കാരെ എണീറ്റിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞു കൊടുത്ത എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചതാണോ? 1000 എന്നുള്ളത് മാറി 10,000 എന്ന് പറഞ്ഞതാണോ എന്ന്. ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു, ഒരിക്കലല്ല, വ്യക്തമായ ബോധ്യത്തോടെയാണ് ഞാൻ പറഞ്ഞത് സമസ്തക്ക് 10,000-ഓളം മദ്രസകളുണ്ട് എന്ന്. അവർ അവരുടെ മുമ്പിൽ സെർച്ച് ചെയ്യുകയാണ്. ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ അവർക്ക് വിദ്യാഭ്യാസ ബോർഡിന്റെ സൈറ്റിൽ കയറുമ്പോൾ ബോധ്യപ്പെടുകയാണ് സമസ്തയുടെ മദ്രസകളുടെ എണ്ണം. അവർ അത്ഭുതപ്പെടുകയാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും മുസ്ലിംകൾ പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷനിലാണ് ഈ സംഭവം നടക്കുന്നത്. ഞാൻ ഒരിക്കൽ ഞങ്ങളുടെ നാട്ടിലൊരു പരിപാടിക്ക് ക്ഷണിക്കാൻ വേണ്ടി മുനവറിൽ തങ്ങളെ വീട്ടിൽ പോയപ്പോൾ അവിടെ ആസാമിൽ നിന്ന് കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട്. ആസാമിൽ നിന്ന് വന്ന ഈ ആളുകളുടെ കൂട്ടത്തിൽ ഒരു മലയാളി തങ്ങൾക്ക് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ അവിടെ പുതിയൊരു മദ്രസും പള്ളിയൊക്കെ തുടങ്ങിയ കാര്യമൊക്കെ. ഈ അവിടുത്തെ മഹല്ല് പള്ളി, ആ പള്ളിയിൽ മൂത്രപ്പരയില്ല, ഹൗദില്ല. അങ്ങനെ ഇത് രണ്ടും തുടങ്ങിയ സംഭവം പറയാം. എന്നിട്ട് ജുമാ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഒരാൾ മറ്റാളോട് പറഞ്ഞത് ഇയാൾ കേട്ടത് പറയണം, എടാ ഞാനിന്ന് ഒളുണ്ടാക്കാൻ നിൽക്കാത്തോണ്ട് എനിക്ക് ജുമാ കിട്ടി, ഒളുണ്ടാക്കിയിരുന്നെങ്കിൽ എനിക്കൊന്ന് ജുമാ കിട്ടൂലായിരുന്നു എന്ന് ജുമാ കഴിഞ്ഞ് ഇറങ്ങിയ ഒന്നിനാത്രം വലിപ്പമുള്ള ഒരു മനുഷ്യന് മറ്റാളോട് പറയണം. ഇത് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ 3-ാം ക്ലാസ്സിലെ കുട്ടിക്ക് ചിരി വരും. ഇതിന്റെ ഗൗരവം നമ്മളൊന്ന് ആലോചിച്ചു. നമ്മുടെ നാട്ടിലെ 2-ലും 3-ലും പഠിക്കുന്ന കുട്ടിക്കറിയാം ഒളു ചെയ്തില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല എന്ന്. എന്തുകൊണ്ട് ആസാമിലെ വലിയ ആളുകൾക്ക് പോലും അതറിയാതെ പോയി എന്ന് ചോദിച്ചാൽ അവിടെ സമസ്ത ഇല്ലാതെ പോയി എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. നമുക്കറിയില്ല സമസ്ത കേരളത്തിൽ ചെയ്യുന്ന സേവനങ്ങളെ പറ്റി. എല്ലാ രംഗത്തും, മതരംഗത്ത് മാത്രമല്ലോ, മതഭൗതിക സമന്വയ രംഗങ്ങളിലൊക്കെ വലിയ സംവിധാനങ്ങളുമായി സമസ്ത മുന്നോട്ട് പോവുകയാണ്. മുമ്പൊക്കെ ദീന് പഠിക്കാൻ മടിച്ചിരുന്ന സമയത്ത് ഇന്നൊരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സീറ്റ് കിട്ടാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ ആളുകൾ വരികയാണ്. ദീന് പഠിക്കാൻ അത്തരമൊരു സംവിധാനത്തിലേക്ക് ഈ ഒരു നാടിനെ സമസ്ത വളർച്ച വലുതാക്കി എന്നുള്ളതാണ്. ഞാൻ ദീർഘമായ ഭാഗം സംസാരിക്കുകയല്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട സമസ്തയെ ഹക്കിന്റെ പാതയാണ് എന്ന വിശ്വാസത്തോടെ ഉറച്ചു നിന്നായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഒരു സംഘടനയിൽ പ്രവർത്തിക്കുകയാണ് ഞാൻ എന്ന നെയ്യത്തോടെയാണ് ഇതിന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഇന്നത്തോടെ ഈ പരിപാടി നിർത്തിയൊക്കെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ലത്. അള്ളാന്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടുന്ന ഒരു ഇബാദത്താണ് എന്ന ചിന്ത ഉണ്ടെങ്കിൽ മാത്രം. നിങ്ങൾ ശംസുലമയുടെ പ്രസംഗം എടുത്ത് നോക്കി, ഇന്ന് ജിഫ്രി തങ്ങൾ പ്രസംഗിക്കുമ്പോൾ നോക്കി, ബഹുമാനപ്പെട്ട സമസ്ത എന്നവർ പ്രസംഗിക്കാറുള്ളൂ. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. സമസ്ത എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത. നമ്മളൊരു ബഹുമാനം കൊടുക്കുന്ന ഒരാളെ പേരൊക്കെ പറയുമ്പോഴല്ലേ ബഹുമാനപ്പെട്ട തങ്ങള്, ബഹുമാനപ്പെട്ട ഉസ്താദ് എന്നൊക്കെ പറയാം. എന്തിനാണ് അത്രയും വലിയ മഹാന്മാരൊക്കെ സമസ്തയുടെ പേര് പറയുമ്പോൾ ബഹുമാനപ്പെട്ട എന്ന് പറയുന്നത് എന്നൊന്ന് സ്വന്തം ചിന്തിച്ചാൽ, നമ്മളറിയാത്ത നമുക്ക് തിരിയാത്ത എന്തൊക്കെയോ അവർ മനസ്സിലാക്കി എന്ന് ചിന്തിച്ചാൽ മതി. 1926 സമസ്ത ഉണ്ടാക്കിയതിനു ശേഷം കേരളത്തിൽ ജീവിച്ച മുഴുവൻ ഉഖ്റവിയായ ആലിമീങ്ങളും പ്രത്യക്ഷമായോ പരോക്ഷമായോ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എല്ലാവരും നിങ്ങൾ ആരോടത്ത് പരിശോധിച്ച് നോക്കി, ഉഖ്റവിയായ നേരായ റൂട്ട് പോണ ആലിമീങ്ങളൊക്കെയും പ്രത്യക്ഷമായി നേതൃത്വം നൽകുകയോ പരോക്ഷമായി പിന്തുണ നൽകുകയോ ചെയ്തവരാണ്. എത്രയോ ആലിമീങ്ങൾ ഇവിടെ ബഹുമാനപ്പെട്ട അത്തിബർ ഉസ്താദിനെ പരാമർശിപ്പിക്കപ്പെട്ടു. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ത്വരീഖത്തിലുള്ള ആളുകളെയൊക്കെയുമായി 2-3 ദിവസം ഗ്രേസ് വാലിയിലെ പള്ളിയിൽ ഹൽവത്തിലിരിക്കാറുണ്ട്. അള്ളാഹുവിനെ പറ്റി മാത്രം ചിന്തിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തുന്ന 3 ദിവസങ്ങൾ
3 ദിവസവും അല്ലാഹ് എന്ന് ഓർത്തിക്കൊണ്ടിരിക്കുകയും എന്തെങ്കിലും സ്വപ്നങ്ങളോ മറ്റോ കണ്ടാൽ ഉസ്താദിനോട് പോയി അറിയിക്കുകയും ചെയ്യുന്ന, അവരുമായി ബന്ധപ്പെട്ട ആ ഒരു രംഗമായി ബന്ധപ്പെട്ട അല്ലാഹുമായുള്ള കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്ത് ചിന്തിച്ചിരിക്കുന്ന ആ സദസ്സ് പിരിഞ്ഞു പോകുന്ന 3-ാം ദിവസം ഉസ്താദിന്റെ ഒരു നസീഹത്തുണ്ട്. ആ നസീഹത്തിനിടയിൽ ഉസ്താദ് പറയുന്ന ഒരു വാക്കുണ്ട്, ബഹുമാനപ്പെട്ട സമസ്ത അല്ലാഹുവിന്റെ ഔലിയാക്കൾ ഉണ്ടാക്കിയ പ്രസ്ഥാനാണ്, അതിന്റെ കൂടെ ഉറച്ചു നിൽക്കണം, പാണക്കാട്ട് തങ്ങന്മാരെ ബഹുമാനിക്കണം. ഇതൊക്കെ പറഞ്ഞിട്ടേ ഉസ്താദ് ആ സദസ്സ് പിരിച്ചിടാറുള്ളൂ. ഓലത്തറൊന്നും ഇപ്പൊ ഞമ്മക്ക് തിരിഞ്ഞിട്ടില്ല കൂട്ടരെ, ഒന്ന് ചിന്തിച്ചു. വലിയുള്ളാഹി തൃപ്പനഞ്ചി മുഹമ്മദ് മുസ്ലിയാർ തൃപ്പഞ്ചി ഉസ്താദിനൊന്നും ജീവിക്കുന്ന കാലത്ത് പോലും കാണാൻ ഉദ്ദേശിച്ച് ചെന്നാൽ എല്ലാവർക്കും കാണാൻ കഴിഞ്ഞോണമെന്നില്ല. ഉസ്താദ് ഇങ്ങനെ വിട്ടെവിടെങ്കിലും നിൽക്കും. നമ്മളെ ഭാഗ്യം പോലെ എന്തെങ്കിലും പറഞ്ഞു കിട്ടിയാൽ നമ്മളെ ഭാഗ്യം എന്ന് കരുതി ആളുകളൊക്കെ പ്രതീക്ഷ ഇങ്ങനെ ഇരിക്കും. ആ തൃപ്പനഞ്ചി ഉസ്താദ് ജീവിതത്തിൽ ഒരു പരിപാടിക്ക് കൃത്യമായി പങ്കെടുത്തിരുന്നെങ്കിൽ അത് പട്ടിക്കാട് ജാമിഅ നൂരിയയിലെ സമ്മേളനത്തിലാണ്. അതിനൊക്കെ ജീവിക്കുന്ന തെളിവുകളുണ്ട്. ബഷീർ ബാക്കവി തനിയാപുറം എന്ന് പറയുന്ന സമസ്തയുടെ എതിർചേരിയിൽ ശക്തമായ പ്രഭാഷണം നടന്നിരുന്ന പണ്ഡിതൻ, അദ്ദേഹം തൃപ്പനഞ്ചി ഉസ്താദിനെ ചെന്ന് കാണാൻ പോയിട്ട് ഉസ്താദിനോട് പറഞ്ഞു ദ്വാരക്കണം. ഉസ്താദ് പറയാണ്, ഇന്ന് ഇവിടെ ദ്വാ ഇല്ല, ഇന്ന് പട്ടിക്കാടാണ് ദ്വാ, അങ്ങോട്ട് വയ്ക്കാറ്. മാനസികപരമായി ഒരിക്കലും അയാൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത്രമാത്രം സമസ്തയോട് ദേഷ്യം വെച്ച് നടക്കുന്നവരാൾ. 2-ാം പേരോട് എന്ന പേരിൽ പ്രഭാഷണ രംഗത്ത് അറിയപ്പെട്ട ആളാണ് അദ്ദേഹം. അങ്ങനെ ഇദ്ദേഹം രണ്ടും കൽപ്പിച്ചു. ഉസ്താദ് പറഞ്ഞതല്ലേ എന്ന് കരുതിയിട്ട് പട്ടിക്കാട് പോവുകയാണ്. അവിടെ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അന്ന് സംഘടന വിട്ട് ഇന്ന് സമസ്തയോടുകൂടെ ഉറച്ച പ്രവർത്തകനായി എന്നും ജീവിച്ചിരിക്കുന്ന ആളാണ്. പോയി ചോദിച്ചു. അതിലും വലിയൊരു അത്ഭുതം, അയാൾ അവിടെ അന്ന് എത്തിയപ്പോഴേക്ക് തൃപ്പനഞ്ചി ഉസ്താദ് അവിടെ എത്തി ജാമിയിലേക്ക് കടക്കുന്ന ചീനി മരത്തിന്റെ ചോട്ടിൽ ഇരുന്നിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അവരൊക്കെയും ഇതിന്റെ കൂടെ നിന്നവരാണ്. അതുകൊണ്ട് അവരുടെ മാർഗത്തിലൂടെ, ഇവിടെ ഉദ്ഘാടനത്തിൽ തങ്ങളെ സൂചിപ്പിക്കപ്പെട്ട പോലെ മുഅ്മിനീങ്ങളായ സ്വാലിഹീങ്ങളുടെ മാർഗത്തിലൂടെ അവരോടൊത്ത് നമ്മൾ മുന്നോട്ട് പോകണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയാനുള്ളത്, നിങ്ങളുടെ മക്കളെ ഈ പ്രസ്ഥാനത്തിന്റെ വാക്താക്കളാക്കി മാറ്റാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല കൂട്ടുകെട്ടിലേക്ക് അവരെ നയിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഏതൊരാളും ഏതെങ്കിലും ഒന്നിൽ കൂടും. കുട്ടികളുടെ ഒരു സ്വഭാവം ആരേറ്റെങ്കിലും ഒക്കെ കൂട്ടുകൂടൽ ഓരോരു പ്രകൃതാണ്. അത് നല്ലയിലേക്ക് കൂടിയില്ല എന്നുണ്ടെങ്കിൽ മോശപ്പെട്ടേക്ക് കൂടും. ആരോടെങ്കിലും ഒരാൾ കൂടാതിരിക്കൂല, എല്ലാവർക്കും കൂട്ടുകാരുണ്ടാവും. അപ്പൊ ആദ്യം തന്നെ നമ്മളത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് എവിടെയെങ്കിലും പോയി പെട്ടിന് ശേഷം കുറെ ദ്വാരക്കാൻ പറഞ്ഞുകൊണ്ടോ അല്ല ഇങ്ങളൊന്നും കൊണ്ടുപോയിട്ടാ ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആദ്യം തന്നെ ഇത്തരം പ്രസ്ഥാനങ്ങളോടുകൂടെ ഇതിന്റെ പോലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നമ്മുടെ മക്കളെ സജീവമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഉമ്മമാരോട് ഉണർത്തുകയാണ്. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.